വരട്ടെ സാർ. ഓ എന്താടാ നിനക്ക് ഇഷ്ടപ്പെട്ടോ? ആ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നാ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിന് ഉണ്ണിത്താന് വേണ്ടി അല്ല നോക്കിയത്. നന്ദന് പറ്റിയതല്ലെന്ന് തന്നെ ഞാൻ പറഞ്ഞ. എന്താ നീ അവൾക്ക് കണ്ട കുറവ്? നിന്നെ അവളെയും കൂടി കണ്ടിട്ട് അച്ഛനെയും മോളെയും പോലെ ഇരിക്കുന്നു. ഓ അത് സാരമില്ല. സാരമില്ലെങ്കിൽ പോട്ടെ. പിന്നെ ഉണ്ട് പ്രശ്നം. എന്തു പ്രശ്നം? എന്താ കുട്ടിയുടെ നാള്? ഉത്രാടം. അയ്യോ, ആ നാള് നന്ദന്റെ നാളുമായിട്ട് ഒരിക്കലും പൊരുത്തപ്പെടില്ല. ചതയം ഒരു പക്ഷെ നന്നായിട്ട് ചേരും. അത് നിന്റെ നാളല്ലേ? അതെ, ഞാനാകുമ്പോ പ്രായത്തിൽ ഇതുപോലെ വ്യത്യാസം ഫീൽ ചെയ്യില്ല. അപ്പൊ അതായിരുന്നു അതിന്റെ കാര്യം. ആ ചുമ്മാതല്ല നന്ദനോട് സംസാരിക്കണമെന്ന് ചോദിച്ചപ്പോ താൻ കയറി വിലക്കിയത്. നടക്കത്തില്ലേ? പിന്നെ ഈ പരിവരുത്ത ശബ്ദം ആ ഇളം പെങ്കൊച്ചിന് കേൾപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? കൊച്ചു പേടിക്കാണെങ്കിൽ ഉണ്ണിത്താന് വേണ്ടി ഞാൻ ആലോചിക്കാം. പക്ഷെ സർക്കാർ ഓഫീസില് ജോലിയും മുട്ടറ്റ മുടിയൊന്നുമില്ല. മുടി വളരാനുള്ള സാധനങ്ങളൊക്കെ മാർക്കറ്റിൽ കിട്ടും. പിന്നെ ജോലിയുടെ കാര്യം, ഫാദറില്ല സർവീസ് ചെയ്ത് മരിച്ച ആ ജോലി ആദരയ്ക്ക് കിട്ടും. പുള്ളിക്കാരനെ കണ്ടിട്ട് അകാലത്ത് വെടിതീരുന്ന സർവ്വലക്ഷണമുണ്ട്. അങ്ങനെയൊന്നും പറയാതെ വണ്ടിയിലോട്ട് കയറി. അയ്യോ, എന്ത് പറ്റി? എന്റെ കർച്ചീഫ് മറന്നുപോയി. എടാ അത് ഇവിടെ ഉണ്ട്. ഓഹോ, ഒരു മുടിഞ്ഞ മറവി. ഓഹോ, ഡോക്ടറെ കാണിക്കണം. ഇയാള് ഇങ്ങോട്ടാ. കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് എങ്ങനെ മാറ്റാം? അത് ശരി. പബ്ലിക് പ്രോസിക്യൂട്ടർ നന്ദകുമാറിന്റെ മുറിയിൽ ബ്യൂട്ടി പാർലർ. ഇതെപ്പോ തുടങ്ങി? ഒരല്പം മര്യാദ വേണം. ഈ കഥകിനൊന്ന് മുട്ടിയിട്ട് ഞാൻ അകത്തോട്ട്. പിന്നെ കഥകിന് മുട്ടി അനുവാദം മേടിച്ച് അകത്ത് കയറാൻ ഇതെന്താ രാമസ്വാമിയുടെ ചേമ്പറോ? കല്യാണം നടക്കുമെന്നായതേ ഉള്ളൂ, സ്വന്തം കൂട്ടുകാരനെ തടയാനുള്ള ശ്രമം തുടങ്ങി. എന്താ എനിക്കൊന്നും പറ്റുകയില്ലേ? പിന്നൊരു കാര്യം, പാൽപ്പാട പുരട്ടുകൊണ്ട് മാത്രം ഈ മുഖത്തെ രൗദ്രഭാവം മാറില്ല. അതിന് പ്ലാസ്റ്റിക് സർജറി തന്നെ വേണം. കുറെ പേരെ വാദിച്ച് തൂക്കിലേറ്റിയതല്ലേ, വെറുതെ എന്തിനാ പാലിന്റെ വിറ്റാമിൻ കളയുന്നത്? ഈ അറിവ് പകർന്നു തരാനായിരിക്കും അവിടുന്ന് ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്. വെരി വെരി സോറി. അതിനല്ല. പിന്നെ അതിന് അയ്യോ, ഞാൻ മറന്നുപോയല്ലോ. ഞാൻ എന്ത് പറയാനാ ഇങ്ങോട്ട് ഇടിച്ചു കളിക്കറി വന്നേ? എടാ ഒരാഴ്ച നീ ലീവ് എടുത്ത് വീട്ടിലിരുന്നാലും ഇത് ഓർമ്മ കിട്ടിയത്. അമ്മേ പാൽപ്പാട. മുഖം തുടക്കറിയാ. എന്താ രണ്ടും കൂടി ഇതിനകത്തുണ്ടായിരുന്നോ? ജമാൽ എത്ര നേരമായി ഇവിടെ വന്ന് കാത്തിരിക്കുന്നു? അയ്യോ, അത് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. സാറിന്റെ ഗുമസ്തൻ ഗുലിമാലി ജമാല് കാണാൻ വന്നിരിക്കുന്നു. ഇന്നത്തെ ദിവസം പോക്കാ. ആർക്ക്? അല്ല, എന്റെ. കേസ് കെട്ടൊക്കെ നേരത്തെ കൊണ്ട് തരണം ഞാൻ പറഞ്ഞല്ലോ. നേരത്തെ തന്നെ ഇറങ്ങിയതാണ് സാറേ. അപ്പോഴാണ് സെക്കൻഡ് വൈഫിന്റെ ബാപ്പാക്ക് കോളറാന്നും പറഞ്ഞ് അവൾ അളാപ്പ് വന്നത്. അറിഞ്ഞ സ്ഥിതിക്ക് അവിടം വരെ ഒന്ന് പോകാതിരിക്കാതെ പറ്റുമോ? അങ്ങനെ ഇരിക്കെ ഇറങ്ങിയേക്കാന്ന് കരുതിയപ്പോഴാണ് ഫസ്റ്റ് വൈഫിന്റെ ബാപ്പാക്ക് ബസൂരി എന്നും പറഞ്ഞ് അവൾ അളാപ്പ് വന്നത്. ഇതെല്ലാം കൂടി കേട്ടപ്പോ പടച്ചോനാണ് നമുക്ക് ഒരു ലൂസ് മോഷൻ. അതാണ് വരാൻ വൈകി. മോഷൻ കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. നാളെ ഏതൊക്കെയാ കേസ്? CP 38/87, CP 52 അതൊക്കെ പറഞ്ഞു. CP 22/88, സെഷൻസ് 3/90, സെഷൻ 2 മതി. നാളെ രാവിലെ 8 മണിക്ക് ഓഫീസ് തുടങ്ങണം. മജിസ്ട്രേറ്റ് കോർട്ടിലെ കേസിന് ബാലേന്ദ്ര അപ്പിയർ ചെയ്യട്ടെ. താൻ പബ്ലിക് പ്രോസിക്യൂട്ടർ നന്ദകുമാറിന്റെ ഗുമസ്തനായിരിക്കാം, പക്ഷെ അങ്ങേര് മാത്രം താമസിക്കുന്ന വീടല്ല ഇത്. കേസ് കേട്ട് ഡിസ്കസ് ചെയ്യണമെങ്കിൽ അത് വക്കീൽ ആഫീസിലോ കോടതി തിണ്ണയിലോ വെച്ച് ആയിക്കോണം. ഒരു നിസ്സാരനായ വക്കീൽ ഗുമസ്തനായ താൻ ഒരു ബെഞ്ച് ക്ലാർക്കായ എന്റെ വീട്ടിൽ ഇങ്ങനെ എപ്പോഴും പിച്ചക്കാരനെ പോലെ കയറി ഇറങ്ങുന്നുണ്ടാൽ ആളുകൾ തെറ്റിദ്ധരിക്കോളൂ. അന്ന് നമ്മളാണല്ലേ, പെണ്ണൊന്നും അല്ലല്ലോ. ഓമരട്ടെ, അതൊക്കെ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് വന്നിട്ട് തീരുമാനിക്കാം. താൻ ഇവിടെ വരുന്ന എനിക്ക് ബുദ്ധിമുട്ടാ. ആരുടെയും സ്വാധീനത്തിൽ വീഴാത്ത സത്യസന്ധനായ ഒരു ബെഞ്ച് ക്ലാർക്കാണ് ഞാൻ. അതെനിക്കറിയാടോ. അറിയാം. സാറും നന്ദകുമാർ സാറും 10ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചവരാണെന്നും നന്ദകുമാർ സാറിന്റെ വിദ്യാഭ്യാസ രേഖ ഇടയ്ക്ക് വെച്ച് മുറിയാതിരുന്നതുകൊണ്ട് അദ്ദേഹം പഠിച്ച് വലിയൊരു വക്കീലായെന്നും ക്ലാസ്മേറ്റായ ഉണ്ണിത്താൻ സാറിന് വിധി ഒരു ബെഞ്ച് ക്ലർക്കാക്കിയെന്നും വാദി പ്രതി സാക്ഷി വ്യത്യാസമില്ലാതെ കോടതി വരാതെ പറയണേ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ഞങ്ങളൊന്നും ഇപ്പോഴും ഒരു എടാ പോടാ ബന്ധമാണുള്ളത്. പണ്ടുണ്ടതും പാളയെ തൂറിയതുമായ ചരിത്രം പറഞ്ഞ് പ്രഗത്ഭനായ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ കൂടെ നിസ്സാരനായ ഒരു ബെഞ്ച് ക്ലർക്ക് ഇങ്ങനെ പതയടിച്ചു കഴിയുന്നത് പ്രോട്ടോകോളിൽ ചേർന്നല്ലെന്നേ ഞമ്മക്ക് പറയാനുള്ളൂ. ബെഞ്ച് ക്ലർക്ക് ബെഞ്ചിൽ ഇരുന്നാൽ മതി, മേശപ്പുറത്ത് കയറണ്ട. വെറുതെ അല്ലടോ തന്റെ രണ്ടമ്മായിയപ്പന്മാർക്കും കാളറയും വസൂരിയും തനിക്ക് ലൂസ് മോഷനും വരുന്നു. തന്റെ മനസ്സിലിപ്പ് ശരിയല്ലല്ലോ. അത് പിന്നെ ഇവനെ ഗുമസ്തരാക്കിയ വക്കീലിനും വരും ലൂസ് മോഷൻ.
ആ ഈ മാസം സമരം വേണ്ടാന്ന് വെച്ചോ? ഓ ആ നന്ദകുമാർ അഡ്വക്കേറ്റ് പ്രേമലയ. അപ്പൊ അവർക്ക് സമ്മതക്കുറവില്ല. എന്നാ പിന്നെ അങ്ങ് ഉറപ്പിക്കല്ലേ ബ്രോക്കറെ? പക്ഷേ ഒരു കുഴപ്പമുണ്ട്. പെണ്ണിന്റെ ഗ്രഹനിലയും സാറിന്റെ ഗ്രഹനിലയും കൂടി ഞാൻ ഒരു ജ്യോത്സ്യനെ കാണിച്ചു. ഒരുത്തമില്ലേ? പൊരുത്തമില്ലെന്ന് മാത്രമല്ല, ഒരു കാരണവശാലും ഈ ജാതകങ്ങളൊന്നും ചേർക്കരുതെന്നാ ജ്യോത്സ്യൻ പറഞ്ഞത്. പെൺവീട്ടുകാരിക്കാർ പറഞ്ഞോ? അവരോട് ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ ദൈവമേ, 2 വർഷമായിട്ട് രാപകലില്ലാതെ അലഞ്ഞതിന്റെ ഫലമായിട്ട് ഒത്തുവന്ന ഒരു ബന്ധമായത്. അത് പിന്നെ എന്നോട് പറയണം. വണ്ടിക്കൂലിയായിട്ട് തന്നെ നല്ലൊരു തുക സാർ എനിക്ക് തന്നിട്ടില്ലേ? നന്ദന്റെ കല്യാണം നടത്തുന്നതിന് മുമ്പ് ഞാൻ എന്റെ കല്യാണം നടത്തുമെന്ന് വീമ്പിളക്കുകയും ചെയ്തു. ഇനിയിപ്പോ എന്താ? അതിരിക്കട്ടെ, സാറിന് ജാതകത്തിൽ വിശ്വാസമുണ്ടോ? കഴിഞ്ഞ ജന്മത്തിലുണ്ടായിരുന്നു, ഈ ജന്മത്തിൽ വിശ്വാസമില്ല. പിന്നെ പേടിക്കാൻ എന്തിരിക്കുന്നു? നമുക്ക് അങ്ങ് നടത്താം. അതങ്ങനെ നടത്തുകേ? പെൺവീട്ടുകാർ സമ്മതിക്കണ്ടേ? നമ്മൾ ഒരു ചെറിയ കളി കളിച്ചാൽ മതി, അവർ സമ്മതിക്കും. എന്ത് കളി? പന്ത് കളിയോ? പെണ്ണിന്റെ ജാതകവുമായി പൊരുത്തപ്പെടുന്ന വിധത്തിൽ സാറിന്റെ ജാതകം ഒന്ന് മാറ്റി എഴുതുന്നു. എന്നാ പിന്നെ സമയം കളയണ്ട, വേഗം അത് ചെയ്യും. ആ ജാതകം ഇങ്ങനത്തെ ജാതകോ? അതിന് എവിടത്തും തപ്പും. ഗ്രഹനില കുറിച്ചെടുത്തിട്ട് ഞാനത് ഇവിടെ എവിടെയോ വെച്ചു. അല്ല, നിശ്ചയമില്ലെങ്കിൽ വേണ്ട, ഒരു ഉദ്ദേശം വെച്ച് എഴുതാം. ആ നാളെന്താ പറഞ്ഞേ? മറന്നുപോയി. എന്നാ ആവിട്ടം വെച്ച് തട്ടാം. ആവിട്ടം തവിട്ടിൽ നേടുമെന്നാണല്ലോ. എന്നാ വേഗം തട്ട്, സമയം കളയണ്ട. ഗായത്രി മേനോൻ കേസിന്റെ ഫയൽ എത്തിയോ? ഇല്ല. കേസ് ഫയൽ ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ഞാൻ ആ SI 2 തവണ ഫോണിൽ വിളിച്ച് പറഞ്ഞാണല്ലോ. പോകുന്ന വഴിക്ക് താൻ പോലീസ് സ്റ്റേഷൻ കയറി വിൻസെന്റ് ഡിസൂസിയോട് ഗായത്രി മേനോൻ കേസിന്റെ റെക്കോർഡ്സുമായിട്ട് ഇങ്ങോട്ട് വരാൻ പറയണം. ആ SI ഒരു ചൂടനാ, ഇങ്ങോട്ട് വരാൻ പറഞ്ഞാ വരുവാ. പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലണോ? പറഞ്ഞു കേട്ടാ മതി, ചെല്ലേ. ആരാധനാലയങ്ങൾ ഇടിച്ചു പൊളിക്കാൻ 6 അംഗ കമ്മിറ്റിയെ നിയോഗിച്ചിരിക്കുന്നു. രാവിലെ ഉള്ള ചായ തന്നൂടെ? ചായ തന്നൂടെ വസന്ത കോകിലേ? ചത്ത കൊണ്ടുവരുന്നു. ആ എന്താ? അല്ല, ചായ വേണോന്ന് പറഞ്ഞായിരുന്നു. അല്ല, ചാരായം വേണോന്ന് പറഞ്ഞ പോലെ തോന്നി. അത് തോന്നലായിരിക്കും. അത് ശരി, ഒന്ന് പിടിച്ചേ. ഓ. ഒന്ന് കാലിങ്ങോട്ട് മാറ്റോ, ഒന്ന് ഇങ്ങോട്ട് മാറ്റോ. ഈ എണീറ്റാലുടനെ ചായ കുടിക്കണമെങ്കിലേ ചേട്ടനും കൂടെ അടുക്കളയിലോട്ട് വന്ന് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തൂടെ? ആ ഹെൽപ്പ് വേണോ? എന്നാ ഞാൻ പറഞ്ഞ പോലെ ഒരു സെർവന്റ് ഏർപ്പാട് ചെയ്യണം. ഓഫീസിൽ പോക്കും അടുക്കള ജോലിയും കൂടെ എനിക്ക് ഡിഫിക്കൽട്ടാ. ആ പിന്നെ ചേട്ടാ, അഡ്വക്കേറ്റ് നന്ദകുമാർ ചേട്ടന്റെ ഫ്രണ്ടാണെന്നല്ലേ പറഞ്ഞത്? ആ എന്താ, അവനെ പറ്റി വാർത്ത വല്ലതും പത്രത്തിൽ വന്നോ? വാർത്ത വരാനുള്ള സമയമായിട്ടില്ലല്ലോ, പ്രശ്നങ്ങൾ അവിടെ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ചേട്ടാ, ഞാൻ നന്ദകുമാറിന്റെ വൈഫുമായി ഒന്ന് ടോക്ക് ചെയ്താലോ? അങ്ങനെ ടോക്കണ്ട. അല്ല, പെണ്ണിന്റെ മനസ്സിൽ എന്താണെന്നറിയാലോ, വല്ല ലവ്വോ എന്താ? ലവും ഇല്ല, കിവും ഇല്ല. ഇനി അഥവാ അവളുടെ മനസ്സിൽ എന്തെങ്കിലും ഇച്ചിരി ഉണ്ടെങ്കിൽ അത് വളച്ചൊടിച്ച് വലുതാക്കി കാണിക്കുന്നത്, അല്ലെങ്കിൽ വക്കീലന്മാരുടെ പൊതു സ്വഭാവമാണ്. ഇതുകൊണ്ടാണ് ഞാൻ LLBക്ക് പോകാത്തത്. നീ അവിടെ ചെന്ന് സംസാരിച്ച് എന്താ എന്നെ വിളിച്ചത്? നീ എന്നോ? കല്യാണം കഴിഞ്ഞ് ഇത്ര ദിവസമേ ആയുള്ളൂ, അപ്പോഴേക്കും കണ്ടില്ലേ ഒരു പുരുഷ മേധാവിത്വം? നീ പോലും. ഞാൻ പിന്നെ എന്റെ ഭാര്യ എന്താ വിളിക്കേണ്ടത്? വസന്ത കോകിലെന്ന് വിളിക്കണം. ഓ, അത് ഭയങ്കര നീളമല്ലയോ? എന്നാ പിന്നെ ചേട്ടന്റെ ഇഷ്ടം പോലെ അങ്ങ് ചുരുക്കി വിളിച്ചോ. എങ്ങനെ ചുരുക്കും? സുലോചനെ സുലു, വസുന്ധരെ വസു, ആമീനെ ആമി എന്നൊക്കെ വിളിക്കൂലേ? ഈ ബുദ്ധി എനിക്ക് പോയില്ലല്ലോ. വസന്ത കോകില, വസന്ത എന്ന് വിളിച്ചാലോ? അയ്യോ അത് വേണ്ട, അത് കോഴികൾക്ക് വരുന്ന ഒരു അസുഖം. കോകിലെന്ന് വിളിച്ചാ? അയ്യോ അത് വേണ്ട, നിന്റെ ശബ്ദം വെച്ച് നോക്കുമ്പോ ഒട്ടും ശരിയാവൂല. ഞാൻ ഒരു കാര്യം ചെയ്യാം, ആദ്യത്തെ അവസാനത്തെ അക്ഷരം ഒഴിച്ച് ബാക്കിയെല്ലാം കളയാം. വസന്ത കോകില, വാ ല വല. കൊള്ളാം. വലേ. ഓ, ഈ ആൾക്കാർക്ക് റോഡിൽ എന്താ കാര്യം? ജലദോഷം അല്ല, മുടി ദോഷം. വലയിൽ ആരാ വന്നിരിക്കുന്നത് നോക്ക്. കാർമേഘം ഒഴിഞ്ഞ് ആകാശം തെളിഞ്ഞു തോന്നല്ലോ. വരൂ വരൂ, അകത്തേക്ക് വരൂ. വാ. നമസ്കാരം. വരൂ, അകത്തോട്ടിരിക്കാം. ഇരിക്കേ. ഷോക്കേസ്. ഞങ്ങൾ ഇന്നലെ അങ്ങോട്ട് വരുന്ന കാര്യത്തിനെ കുറിച്ച് സംസാരിച്ചതേ ഉള്ളൂ. ആര് സംസാരിച്ചു? ചേട്ടൻ. ഓ, ഞാനങ്ങ് മറന്നുപോയി. അപ്പൊ ചേട്ടൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് വന്നാ മതിയെന്ന്. അല്ലല്ല, നമ്മൾ അങ്ങോട്ട് എന്നിട്ട് അവർ ഇങ്ങോട്ട് വന്നാൽ മതി. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. ഇങ്ങേരുടെ ഒരു മുടിഞ്ഞ മറവി. ഒരു കുറ്റമാണോ? ഏതായാലും ഞങ്ങളുടെ കടം തീർന്നല്ലോ, ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് വരാമല്ലോ. പിന്നെന്താ, അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് ഇറങ്ങാൻ പരിചയക്കാരുടെ വീടില്ലാതെ ശ്വാസം മുട്ടി ഇരിക്കുകയായിരുന്നു ഞാനും ചേട്ടനും. അല്ലേ ഏട്ടാ? വല ചിലക്കാണ്ടിരി, ഇവർക്കും എന്തെങ്കിലും പറയാനുണ്ടാവും. വലേ? അതെ, വസന്ത കോകില, നീളം കുറച്ച് വാ ല തുടങ്ങിയ പിന്നെ ചീഫ് മിനിസ്റ്റർ വണ്ടി പോലെ നിർത്താൻ പാടാ. ഭയങ്കര തമാശക്കാരനാ, അതുകൊണ്ട് എനിക്കിവിടെ ബോറടിയില്ല. മിസ്സസ് നന്ദകുമാർ എന്താ ഒന്നും മിണ്ടായിരിക്കുന്നേ? അതിന് നീ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് വേണ്ടേ?
ആതിര ഇതുപോലെ കൂടുതൽ സംസാരിക്കുന്ന കൂട്ടത്തിലല്ല. പിന്നെ എല്ലാരുമായിട്ടും പരിചയമായി വരുന്നല്ലേ ഉള്ളൂ. അയ്യോ, ഹണിമൂൺ ട്രിപ്പ് ഒന്ന് പ്ലാൻ ചെയ്തില്ലേ? ഈ തൊട്ടാവാടിയെ വേറൊരു സ്ഥലത്തുനിന്ന് പറിച്ചു നട്ടല്ലേ, അതിന്റെ വാട്ടം ഒന്ന് മാറിയിട്ട് പോവാന്ന് വെച്ചു. അളിയാ, ഒരു മാസത്തെ വെക്കേഷൻ ഇപ്പൊ കോടതി അടയ്ക്കുമല്ലോ, അപ്പൊ ഒരു വിചാരണ പ്ലാൻ ചെയ്യണം. അയ്യോ, എന്നാ നമുക്കും കൂടെ ഒരു വിചാരണ പ്ലാൻ ചെയ്യാല്ലേട്ടാ? അയ്യോ വേണ്ട, വാദി പ്രതിയാവും. വന്നിട്ട് ഇത്രയും നേരമല്ലേ, ഇവർ കുടിക്കാൻ എന്തെങ്കിലും കൊടുത്തോ? അയ്യോ, ഞാൻ ഇപ്പൊ അത് ഓർത്തതേ ഉള്ളൂ. ആ. ചേട്ടാ വന്ന് തേങ്ങ തിരുമിത്താ, ഞാൻ അവര് നനയ്ക്കാം. വാ തേങ്ങ വാ. ചെല്ല് ചെല്ല്. ഇവരിരിക്കുന്നെന്നും പറഞ്ഞ് നാണിക്കൊന്നും വേണ്ട. വിവാഹ ജീവിതത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ സ്ഥാനമാ, അല്ലെന്ന് നന്ദേട്ടൻ പറയട്ടെ. ആ തീർച്ചയായും. വന്നേ, നമുക്ക് അടുക്കളയപ്പോ വാ. എന്തോ ഒരു വല്ലാത്ത മണം, കരിഞ്ഞ മണം വരുന്നല്ലോ. എന്റെ ഹൃദയം കരിഞ്ഞ മണമാണ്. അയ്യാ. ഇത് ഹൃദയമല്ല, ആണ് തുണി കരിഞ്ഞ മണമാണോ തോന്നുന്നത്. അയ്യോ, എന്റെ ചുരിദാർ തേക്കാൻ വന്നിട്ട് പെട്ടി ഓഫ് ചെയ്തില്ലേ? അയ്യോ, ഞാൻ മറന്നുപോയി വല്ലേ. ഓ, എനിക്ക് വയ്യ ഇയാളെ ഒരു മറവി. സാധാരണ എല്ലായിടത്തും ഭാര്യയാണ് ഭർത്താവിന് ഇസ്തിരി ഇട്ട് കൊടുക്കുന്നത്, ഇവിടെ നേരെ തിരിച്ചാ. ഒരു ചുരിദാറിന് പകരം നിലയ്ക്കാൻ 9 ചുരിദാർ മേടിച്ചു തരാൻ വലെ, ഒരു സുബേവേരം കൊണ്ടുതരാം വലയ്ക്കാൻ. നമ്മുടെ കല്യാണം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞായിരുന്നല്ലോ ഇവരുടെ കല്യാണം. എന്നിട്ടും അവർ തമ്മിലുള്ള അടുപ്പം കണ്ടില്ലേ. പാചക കാര്യത്തിൽ എന്റെ ഹെൽപ്പ് എന്തെങ്കിലും വേണമെങ്കിൽ പറയാൻ മടിക്കണ്ട, ഞാൻ വന്നിരിക്കും. ഓക്കെ? അതൊന്നും വേണ്ട. ആണുങ്ങൾ അടുക്കള കയറുന്ന എനിക്കിഷ്ടമല്ല. ഞാൻ വെക്കുന്നത് കുറ്റം പറയാതെ കഴിച്ചാ മതി. ശിവശങ്കരൻ ചേട്ടൻ. അയ്യോ, ഞാൻ മറന്നുപോയി. അല്ല, ഉണ്ണിത്താനെന്താ ഇവിടെ? വൈഫിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അവള് മുടിയുടെ തുമ്പൊന്ന് ലെവൽ ചെയ്യാൻ ബ്യൂട്ടി പാർലറിലോട്ട് കയറി. ഇപ്പൊ മുക്കിന് ഇതല്ലേ ഉള്ളൂ. കേറിയിട്ട് ഇപ്പൊ മണിക്കൂർ 1 കഴിഞ്ഞു. അല്ല, നന്ദനെ കണ്ടിട്ട് ദിവസം കുറച്ചായി. ആ. അവിടെ വിശേഷമൊന്നുമില്ലല്ലോ. തുടക്കത്തിലുണ്ടായിരുന്ന അവസരങ്ങളൊക്കെ മാറി, അവര് സ്മൂത്ത് ആയിട്ട് കഴിയുന്നു. സ്മൂത്തായി തീരുമെന്ന് കരുതിയിരുന്ന എന്റെ ലൈഫ് ഗട്ടറിലുമായി. അല്ല, അതെന്ത് പറ്റി? ഞാൻ ഭാര്യയെ കുറ്റപ്പെടുത്താമെന്ന് കരുതരുത്. ഒരു ഭർത്താവ് മനോഭാവമാണ് അവൾക്ക്. പൂർണ്ണമായിട്ടൊരു ഭാര്യയാകാൻ എനിക്ക് കഴിയുന്നുമില്ല, അതാ കുഴപ്പം. അല്ല ഉണ്ണിത്താനെ, ജീവിതമാകുമ്പോ ചില വിട്ടുവീഴ്ചകളൊക്കെ വേണ്ടി വരും. വിട്ടുവീഴ്ചകളൊക്കെ വേണ്ടി വരും, ശരിയാണ്. ഒന്ന് കുനിഞ്ഞു കൊടുത്താൽ ചാടി തലേ കയറും. ആണത്തം കളഞ്ഞിട്ടുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞാൻ തയ്യാറല്ല. നേമന തറവാട്ടിലേ ഞാൻ. അല്ല പിന്നെ അല്ല, ദേ വരും നമ്മുടെ വസന്തകോവിലം. നമ്മുടെ വസന്തകോവിലേ? അല്ല, നമ്മുടെ. അല്ല, അതേന്ന് ആണോ? നമുക്ക് പോകാം ചേട്ടാ. നിന്റെ മുടി എന്തേടി? മുടിക്കാൻ മുറിച്ച്. ആരോട് ചോദിച്ചോണ്ട്? എന്റെ മുടി മുറിക്കാൻ ആരുടെയെങ്കിലും അനുവാദം വേണോ? എടി പോക്കർ, റോഡാണ്, അല്ല മോശമല്ലേ? പിന്നെ. നിനക്ക് മുട്ടറ്റ മുടി ഉണ്ടായിരുന്നോണ്ടാണ് ഞാൻ നിന്നെ കല്യാണം കഴിച്ചത്. അജാന് ബാഹു, അത് നിനക്കറിയോ? ഓ, അപ്പൊ ഉണ്ണിയേട്ടൻ എന്റെ മുടിയാണ് ഇഷ്ടപ്പെട്ടത്, എന്നെ അല്ലല്ലേ? മുടിയും തടിയും ജോലിയും വീട് എല്ലാം ഉൾപ്പെടെ മൊത്തത്തിലാണ് നിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടത്. ഹോൾസെയിൽ. കല്യാണം കഴിഞ്ഞോടെ മുടി മുറിച്ചേക്കാൻ എനിക്കൊരു നേർച്ച ഉണ്ടായി. പിന്നെ അയ്യോ. പെണ്ണുങ്ങൾക്ക് മുട്ടറ്റ മുടി വേണമെന്നൊരു സ്റ്റൈലിന് ആണുങ്ങൾക്ക് പറയാം. പക്ഷേ ഇത് നനച്ചുണക്കി ചുവന്നു നടക്കുന്നതിന്റെ കഷ്ടം ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് അറിയാവോ? അത് ശരിയാ. ഏത് ശരിയാ? എന്താ തന്റെ പേര്? ശിവശങ്കരൻ. ശിവശങ്കരൻ കേറ്. നന്നായിട്ട് കാറ്റ് കയറും. എന്തൊരു ഇത് സുഖം. എന്തോന്ന് അയ്യോ, സീറ്റ് ഇത്? അയ്യോ, അപ്പൊ ഞാനേ വരും. വരണ്ട, കഴുത്തി പൂടയില്ലാത്ത കോഴികളെ ഞാൻ എന്റെ സ്കൂട്ടറിന്റെ പിന്നെ കേറ്റാറില്ല. നീ മുടി പോയ സുഖത്തിൽ സുഖിച്ച് റോഡേ നടന്നു വന്നാൽ അവിടെ മുടിഞ്ഞും മുടി തീർക്കും. ശവം. ഓട്ടോ. സത്യം പറഞ്ഞാൽ ഒരു വിവാഹ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ആശങ്കയുണ്ടായിരുന്നു. എന്താ ആശങ്ക? കാലം തെറ്റിയുള്ള വിവാഹമാവുമ്പോ വല്ല പ്രേമനൈരാശ്യവും പിടിപെട്ട് കെട്ടുപ്രായവും കഴിഞ്ഞു നിൽക്കുന്ന പെണ്ണിനെ കെട്ടേണ്ടി വരുമോ എന്നുള്ള ആശങ്ക. ഇപ്പൊ ഉണ്ടോ? ഇല്ല. മറ്റൊരുവന്റെ ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിക്കാത്ത ഒരുവളെ ഭാര്യയായി കിട്ടുന്നത് മഹാഭാഗ്യമാണല്ലേ. എന്റെ മനസ്സിൽ മറ്റൊരുവന്റെ ഓർമ്മകളില്ലെന്ന് നന്ദേട്ടൻ എങ്ങനെ അറിയാം? ഉണ്ടോ? ദേ, നെഞ്ചിടിക്കുന്നുണ്ടല്ലേ? പേടിക്കണ്ട, എന്റെ മനസ്സിൽ അങ്ങനെ ഒരു കോന്തനും ഇല്ല. സത്യം? ദാ, സത്യമായിട്ടല്ലേ വിശ്വാസാവൂ? വേണ്ട, എനിക്ക് വിശ്വാസം. നന്ദേട്ടനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയ ഞാൻ എത്ര ഭാഗ്യവതിയാ. തുറന്നു പറയണം, ആതിരയുടെ ഇഷ്ടവും ഇഷ്ടക്കേടും മനസ്സിലാക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ? ഇല്ല. കല്യാണം കഴിഞ്ഞിട്ട് മാസം 3 ആയില്ലേ? എന്നെ ഇതുവരെ നന്ദേട്ടൻ കോടതിയിലൊന്ന് കൊണ്ടുപോയോ? അഡ്വക്കേറ്റ് നന്ദകുമാർ കോടതിയിൽ ഷൈൻ ചെയ്യുന്ന കാണാൻ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് കൊതി കാണില്ലേ? അത്രേ ഉള്ളോ? നല്ലൊരു കേസ് വരട്ടെ, അപ്പൊ കൊണ്ടുപോവാം. അപ്പൊ ഇപ്പൊ വക്കീലിന് കേസൊന്നും ഇല്ലേ? അയ്യോ, ഇപ്പൊ ഉള്ളത് മോഷണം, പിടിച്ചുപറി, അതിർത്തി തർക്കം, ഇതൊക്കെയാ. ഗായത്രി മേനോൻ കൊലക്കേസിന്റെ വാദം തുടങ്ങട്ടെ, അപ്പൊ കൊണ്ടുപോവാം. മണി 12. തൽക്കാലം കേസ് കിട്ടഴിക്കണ്ട, ബെഡ്റൂം അതിനുള്ളതല്ല കേട്ടോ.
ധൃതി വെച്ച് എങ്ങോട്ടാ? മരിക്കാൻ കോടതിയിലോട്ട്, അല്ല പിന്നെ എങ്ങോട്ടാ? എന്നും എന്നെ എന്റെ ഓഫീസിൽ ഇറക്കി വിട്ടിട്ടല്ലേ ഉണ്ണിയേട്ടൻ പിന്നെ പോകുന്നത്? ആ പതിവ് ഞാൻ നിർത്തി. അല്ല പോകുന്നത് പിന്നെ. നിർത്താൻ എന്താ സർക്കാരിന് ആനുകൂല്യമാണോ? ഓ അതിന്റെ കാരണം എനിക്ക് അറിയേണ്ടത്. കാരണത്തല്ല നീ ഇപ്പൊ പിടിച്ചിരിക്കുന്നു. എടി, ഒരു പെണ്ണിനെ പെണ്ണാക്കുന്നത് അവളുടെ മുടിയാണ്. തൊഴാം വാർ മുടിക്കും മുടിക്കും എന്ന് കവികൾ പറഞ്ഞിരിക്കുന്നത് വെറുതെ അല്ല. നിന്നെ ഈ കോലത്തിൽ കാണുമ്പോ ചില ധീരകൃത്യങ്ങൾ ചെയ്തതിന് ചില പെണ്ണുങ്ങളെ മൊട്ടയടിച്ച് കോടതി കൊണ്ടുവരുന്നതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതിന് ഞാൻ മുഴുവനും കളഞ്ഞില്ലല്ലോ, ഉണ്ണിയേട്ടന് വേണ്ടി കുറച്ച് നിർത്തിയിട്ടില്ലേ? ദാ. നിർത്തിക്കോ, പരുവുമ്പോ ഞാൻ മൂടോടെ വെട്ടിയെടുത്തോളാം. അതും കൂടി വടിച്ചിറക്കിട്ട് ഏതെങ്കിലും ആശ്രമത്തിൽ പോയി ഇരിക്കടി. പുണ്യം കിട്ടില്ലെങ്കിലും കാശ് കിട്ടും, ഉറപ്പാ. മിണ്ടി പോരുത്, എന്റെ കണ്ണു വെട്ടത്തു പോ. മുടിഞ്ഞവളെ, മുടി കളഞ്ഞവളെ. മുടി കൊടുത്ത പ്രാന്ത് തോന്നാൻ ഇയാൾ എന്തോന്ന് വെളുത്ത ആദ്യം. അടുക്കളയിൽ ചമ്മന്തി അരച്ചരച്ച് എന്റെ നഖം തേഞ്ഞില്ലാണ്ടായി. നീ നിന്റെ നഖത്തിൽ പെയിന്റ് ഒടിച്ചോണ്ട് വിടുന്നോ? എന്റെ ഒരു തലയിലെഴുത്ത്. എന്റെ നന്ദന്റെയും കല്യാണങ്ങൾ തമ്മിൽ 3 ദിവസത്തെ ഗ്യാപ്പേ ഉള്ളൂ. അവന്റെ കുഞ്ഞിന് 6 മാസമായി. ആ, ഇനി 6 മാസം കഴിയുമ്പോ ആ കൊച്ചിന് 1 വയസ്സാവും. അതൊരു വലിയ കാര്യമൊന്നുമല്ല. അമ്മേ എന്നുള്ള വിളി കേൾക്കാൻ നിനക്ക് ആഗ്രഹമില്ലെങ്കിൽ അച്ഛാ എന്നുള്ള വിളി കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടടി. അമ്മേ എന്നൊരു വിളി കേൾക്കാൻ എനിക്ക് ഒട്ടും ആഗ്രഹമില്ല. എന്റെ കൊച്ചനെ മമ്മി എന്ന് വിളിച്ചാ മതി. മമ്മി എന്നോ മങ്കി എന്നോ നിനക്ക് ഇഷ്ടമുള്ള പോലെ വിളിപ്പീര്. പക്ഷെ ആര് വിളിക്കൂടി? എന്തോന്ന് ഇത്ര ധൃതി? മാരീഡ് ലൈഫ് ശരിക്കും എൻജോയ് ചെയ്തിട്ട് മതി ഒരു കുട്ടിയൊക്കെ. അയ്യോ, ഈ മൊട്ടത്തലയും കൊണ്ട് എൻജോയ് ചെയ്തേച്ചാലും മതി. ഞാൻ മുടി മുറിച്ചതിനെ ചൊല്ലി മേലാൽ എന്നെ കുറ്റപ്പെടുത്തരുതെന്ന് ഉണ്ണിയേട്ടനോട് പല ആവർത്തി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അയ്യോ, ഞാൻ നിർത്തി. നിന്റെ നഷ്ടപ്പെട്ട മുടിയെ പറ്റി ചിന്തിച്ച് ടെൻഷൻ അടിച്ച് എന്റെ മുടി കൊഴിയാൻ തുടങ്ങി. അല്ലേ, ഞാൻ ഒരു കാര്യം ചോദിക്കാൻ അത് മറന്നു. പിന്നെ കൂടെ പറപ്പാണല്ലോ. നീ ഇന്ന് ജോലിക്ക് പോകുന്നില്ലേ? നഖത്തിന് വൈറ്റ് വാഷൻ ചെയ്തോണ്ട് ഇവിടെ ഇരുന്നാ മതിയോ? അയ്യോ, അത് ഞാൻ പറഞ്ഞില്ലേ. ഇല്ല. ഇന്നാ ഞാൻ റിലീവ് ചെയ്തു. റിലീവ് ചെയ്തോ? ആ, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ലീവ് വേക്കൻസി ആയിരുന്നല്ലോ എനിക്ക് പോസ്റ്റിംഗ്. ലീവ് വേക്കൻസിയോ? ആ, ലീവ് എടുത്താൽ ഇന്നലെ വന്ന് ജോയിൻ ചെയ്യും. വേറെ ആള് വന്ന് ജോയിൻ ചെയ്തെന്നോ? നീ എന്തുവാടി പറയുന്നേ? ഇതെന്താ പുതിയൊരു കാര്യം കേൾക്കുന്ന മാതിരി? ആലോചനയും കൊണ്ടുവന്ന ബ്രോക്കർ പറഞ്ഞില്ലേ താൽക്കാലിക നിയമനമാണെന്ന്? ഇല്ല, പറഞ്ഞു കാണും ഉണ്ണിയേട്ടൻ മറന്നതാ. മറന്നല്ല. എന്റെ ദൈവമേ, മുടിയും പോയി, ജോലിയും പോയി. ആ, പിന്നെ കുട്ടിയുടെ കാര്യം പറഞ്ഞല്ലോ. ആ. എനിക്ക് പ്രസവിക്കാനേ മനസ്സില്ല. അയ്യോ, ഇപ്പൊ കുട്ടിയും പോയി. പ്രസവിക്കാത്ത മൊട്ടച്ചി നിന്നെ ഡൈവേഴ്സ് ചെയ്തിരിക്കുന്നു. ഡൈവേഴ്സ് ചെയ്യാൻ ഞാനും കൂടെ ചിന്തിക്കണം. എനിക്കാണെങ്കിൽ അങ്ങനെ ഒരു ഉദ്ദേശമേ ഇല്ല. അയ്യോ, ഇപ്പൊ എന്റെ ജീവിതവും പോയി. എന്തെങ്കിലും മിണ്ടി പോയിട്ടുണ്ടെങ്കിൽ കുന്ത എടുത്ത് വാക്കാത്ത വെച്ചോളൂ. എന്റെ ഫ്ലൂട്ടും. കേസ് നമ്പർ OPHMA 13/93. ഹർജിക്കാരൻ S. നന്ദകുമാർ, എതിർകക്ഷി ആതിര നായർ. ഡൈവോഴ്സ് പെറ്റീഷനിൽ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന സംഗതികൾ സത്യമാണോ? സത്യമാണ്. പരസ്പര വിശ്വാസമാണ് ദാമ്പത്യത്തിന്റെ അടിസ്ഥാനം. ആ വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്റെ ഭാര്യയുടെ സ്വഭാവശുദ്ധിയിലും സത്യസന്ധതയിലും ഞാൻ സംശയാലുവാണ്. ഹർജിയോടൊപ്പം സമർപ്പിച്ചിട്ടുള്ള എന്റെ ഭാര്യ ആതിര നായരുടെ കൈപ്പടയിലുള്ള കത്ത് എന്റെ സംശയത്തെ സാധൂകരിക്കുന്നു. ഭർത്താവിനോട് സ്നേഹം ഭാവിക്കുകയും മറ്റൊരു പുരുഷനെ മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീയെ പവിത്രമായ ബന്ധം ആഗ്രഹിക്കുന്ന ഒരു പുരുഷനും ഉൾക്കൊള്ളാനാവില്ല. അതുകൊണ്ട് വിവാഹമോചനം അനുവദിച്ചു തരണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുകയാണ്. എതിർകക്ഷിക്ക് എന്താണ് പറയാനുള്ളത്? ഹർജിക്കാരൻ പറഞ്ഞത് കേട്ടല്ലോ. നിങ്ങൾക്ക് വിവാഹമോചനം ആവശ്യമാണോ? ഞാനങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല. എന്റെ ഭർത്താവിന് വേർപിരിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാനതിനെതിരല്ല. ഹർജിക്കാരൻ ഹാജരാക്കിയിരിക്കുന്ന കത്ത് നിങ്ങൾ എഴുതിയതാണോ? അതെ, പക്ഷേ അതിലെഴുതിയിരിക്കുന്ന ഒന്നും സത്യമല്ല. വിവാഹ ജീവിതം എന്ന് പറയുന്നത് പങ്കാളികളുടെ ഇഷ്ടാനുസരണം സ്വീകരിക്കാനും വേണ്ടെന്ന് വെക്കാനുമുള്ള നിസ്സാര സംഗതിയല്ല. പരസ്പരം സംസാരിച്ച്
മാനസികമായ അകൽച്ച ഒഴിവാക്കാനുള്ള സാധ്യത മുന്നിലുള്ളതുകൊണ്ട് ഒരു വീണ്ടും വിചാരത്തിനായി ഈ കോടതി 6 മാസത്തെ സമയം അനുവദിക്കുന്നു. നന്ദേട്ടാ, നന്ദേട്ടന്റെ വാദം കേൾക്കാൻ എന്നെ ഒന്ന് കോടതി കൊണ്ടുവരണമെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ വരേണ്ടി വരുമെന്ന് ഞാൻ ഓർത്തില്ല. കഴിഞ്ഞ് എനിക്കെതിരെ വീണ്ടും വാദിക്കുമ്പോ ഞാൻ ചീത്തയാണെന്ന് മാത്രം പറയരുത്. പൊരുത്തപ്പെട്ടു പോകാൻ പ്രയാസമായതുകൊണ്ട് പിരിയണമെന്ന് പറഞ്ഞാൽ മതി. ഞാനും അങ്ങനെ തന്നെ പറഞ്ഞോളാം. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചെയ്യാത്ത കുറ്റത്തിന് എന്നെ അപമാനിക്കരുത്. അനന്തമും വലുതാവുമ്പോ അവനും ഞാൻ ചീത്തയാണെന്ന് കരുതിയ പിന്നെ ഈ കേസിൽ നന്ദേട്ടൻ ജയിക്കണം. പബ്ലിക് പ്രോസിക്യൂട്ടർ നന്ദകുമാർ ഒരു കേസിലും തോൽക്കരുത്. എന്റെ മോനോട് എനിക്ക് പറയാലോ, നിന്റെ അച്ഛൻ തോൽവി അറിയാത്ത പ്രശസ്തനായ ഒരു വക്കീലാണെന്ന്. ആ